എല്ലാവർക്കും നമസ്കാരം. കർണന്റെ ദാനശീലം. സൂര്യപുത്രനായിരുന്ന കർണന്റെ ദാനശീലം ലോകപ്രശസ്തമാണ്. ജന്മസിദ്ധമായ കവചകുണ്ടലങ്ങൾ ധരിക്കുന്ന അത്രയും കാലം കർണനെ വധിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് സൂര്യഭഗവാൻ അനുഗ്രഹിച്ചു. ഈ രഹസ്യം അറിഞ്ഞിരുന്ന ഇന്ദ്രൻ ഏതുവിധത്തിലും കർണനെ കവചകുണ്ടലങ്ങളിൽ നിന്ന് വേർപെടുത്തുവാൻ ആഗ്രഹിച്ചു. സ്വപുത്രനായ അർജുനന് കർണന്റെ മേൽ വിജയം ലഭിക്കണമെന്നാണ് ഇന്ദ്രന്റെ ഉദ്ദേശം. കർണന്റെ ദാനശീലം ലോകപ്രസിദ്ധവുമായിരുന്നു. അത് മുതലെടുക്കുവാൻ തന്നെ തന്ത്രശാലിയായ ഇന്ദ്രൻ തീരുമാനിച്ചു. ഇതിനായി ബ്രാഹ്മണന്റെ വേഷം ധരിച്ച് കർണന്റെ അടുക്കൽ ചെന്ന് കവചകുണ്ടലങ്ങൾ യാചിച്ചു വാങ്ങണമെന്ന് ഇന്ദ്രൻ നിശ്ചയിച്ചു. ഇന്ദ്രന്റെ നീചമായ ഈ തന്ത്രം സൂര്യഭഗവാൻ മുൻകൂട്ടി അറിഞ്ഞിരുന്നു. ഒരു രാത്രി കർണൻ ഉറങ്ങിക്കിടന്നപ്പോൾ സൂര്യദേവൻ ഒരു ബ്രാഹ്മണ വേഷത്തിൽ കർണന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ഇന്ദ്രൻ ബ്രാഹ്മണ രൂപത്തിൽ വന്ന് കവചകുണ്ടലങ്ങൾ യാചിക്കുമെന്നും കർണൻ അവ അദ്ദേഹത്തിന് ദാനം ചെയ്യരുതെന്നും പിതാവായ സൂര്യഭഗവാൻ പുത്രന് മുന്നറിയിപ്പ് നൽകി. പക്ഷേ എന്ത് സംഭവിച്ചാലും ദാനശീലത്തിൽ നിന്ന് താൻ വ്യതിചലിക്കുകയില്ലെന്ന് കർണൻ തറപ്പിച്ചു പറഞ്ഞു. കർണന്റെ തീരുമാനം അചഞ്ചലമാണെന്നറിഞ്ഞപ്പോൾ പിതാവായ സൂര്യദേവന് തൻ്റെ പുത്രൻ്റെ ദാനശീലത്തെ ഓർത്ത് അഭിമാനം തോന്നിയെങ്കിലും അർജുനനുമായുള്ള യുദ്ധത്തിൽ അവന് മരണം സംഭവിച്ചേക്കുമെന്നോർത്ത് അദ്ദേഹം അതിയായി ദുഃഖിക്കുകയും ചെയ്തു. സ്വപുത്രന്റെ വിജയത്തിനായി ബ്രാഹ്മണ രൂപം പൂണ്ട ദേവേന്ദ്രൻ കർണനെ സമീപിച്ച് അദ്ദേഹത്തിനോട് കവചകുണ്ടലങ്ങൾ യാചിച്ചു. എല്ലാം അറിഞ്ഞിട്ടും കർണൻ യാതൊരു ഭാവഭേദവും കാട്ടിയില്ല. കവചകുണ്ടലങ്ങൾ നൽകാമെന്ന് കർണൻ സമ്മതിച്ചു. എന്നാൽ അവ തൻ്റെ ദേഹത്ത് നിന്ന് മുറിച്ചെടുക്കുമ്പോൾ അവിടെ വ്രണങ്ങൾ ഉണ്ടാകരുതെന്ന് മാത്രം കർണൻ ദേവേന്ദ്രനോട് അപേക്ഷിച്ചു. കവചകുണ്ടലങ്ങൾ നഷ്ടപ്പെടുന്നതോടെ താൻ വധിക്കപ്പെടുമെന്നറിഞ്ഞിട്ടും യാതൊരു ഭാവഭേദവും കൂടാതെ കർണൻ അവ അറുത്തെടുത്ത് ദേവേന്ദ്രന് ദാനം ചെയ്തു. ദാനശീലം എത്രമാത്രം ഉത്കൃഷ്ടമാണെന്ന് കർണൻ്റെ ഈ പ്രവൃത്തി വെളിപ്പെടുത്തുന്നു.